വെട്ടി കിട്ടിയതാണ്. പെട്ടെന്ന് വൈറലാവുന്നു, അല്ല എന്താണ് വൈറലാവാൻ വേണ്ടി ബിഗ് ബോസിൽ കയറാൻ വേണ്ടിട്ട് വൈറലായതല്ല. എന്നിട്ട് പോയിട്ട് ഒന്നും ഇല്ലാണ്ട് എന്താണ് ബാഗും തൂക്കി തിരിച്ചു വരികയും ചെയ്തു. നമുക്കറിയില്ലല്ലോ നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയാ എപ്പോഴാ മാറിപ്പോകുന്നതെന്ന്. ചിലവര് സോഫ്റ്റ് ഹാർട്ടാണ്, ചിലർക്ക് ഇതൊന്നും പറ്റില്ല. അവര് പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് വിശക്കുന്നു, എനിക്ക് കഴിക്കാൻ ഇപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഇന്റേണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല. നമ്മൾ ഓരോരുത്തരുടെയും മെന്റൽ സ്റ്റെബിലിറ്റി കപ്പാസിറ്റി എല്ലാം ഡിഫറെന്റ് ആണ്. നമുക്ക് അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഈ മസ്താനിയുടെ ഗെയിമിനെങ്കിലും മസ്താനിയുടെ ഗെയിമിനെ നോക്കി കാണാൻ മാത്രം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാ എപ്പിസോഡ്സും അങ്ങനെ കാണുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. സെറീനയുടെ കൂട്ടത്തിൽപ്പെട്ട ഫ്രണ്ട്സുകളൊക്കെ കമന്റ് ചെയ്തത് ചന്ത രീതിയിലുള്ള അല്ലെങ്കിൽ തെണ്ടിത്തരമാണ്, അങ്ങനെ ആ രീതിയിലാണ് ഇപ്പൊ സായി പറഞ്ഞത്. അങ്ങനെയാണ് കുറെ എന്റെ ഫ്രണ്ട്സ് ആരും അങ്ങനെ കമന്റ് ചെയ്ത് എനിക്ക് സിജോ ബ്രോ അങ്ങനെയാണ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സായി ബ്രോ അങ്ങനെയാണ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മള് ഫ്രണ്ട്സ് അല്ല, സീസൺ 6 ആണ് അവരൊക്കെ. അറിയുന്ന റിലേഷൻ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് സിജോനെ കാണുന്നത്. അപ്പൊ സായിനും ഇവരും കമ്മിങ് ഇല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ സിജോനെ ആദ്യമായിട്ടാണ് ഇന്ന് തിയേറ്ററിൽ വെച്ച് കാണുന്നത്. ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. എനിക്കറിയില്ല. അപ്പം അവരെന്താ പറഞ്ഞതെന്ന് അതൊക്കെ അവരുടെ ഒപ്പീനിയൻസ് ആണ്. സാറിന് അതുപോലെ ലക്ഷ്മിയെ പറ്റി എന്താ അഭിപ്രായം? കുറച്ച് മാറി നിൽക്കട്ടെ. ലക്ഷ്മിയുടെ ഗെയിമിനെ പറ്റി എന്താ അഭിപ്രായം? അതുപോലെ ഇപ്പൊ ലക്ഷ്മിയെ പറ്റി എന്താ അഭിപ്രായം? എന്റെ മൂക്ക് മാത്രമാണോ ഷൂട്ട് അല്ലല്ല, അത് നല്ല കറക്റ്റ് ഫ്രെയിമാ, പെർഫെക്റ്റ് ഫ്രെയിം. ലക്ഷ്മി തിരിച്ചായിരിക്കുന്നു. കട്ട് ചെയ്ത് ലക്ഷ്മി മാറിപ്പോയി ബിഗ് ബോസ് ഒന്നുണ്ട്. ലക്ഷ്മിനെ പോലെ തന്നെ ഇരിക്കണേ. ആരും പറഞ്ഞിട്ടില്ല ആ കാര്യം. ഓക്കെ. എന്താ ബിഗ് ബോസ് കാണാറുണ്ടോ? ഈ സീസണാണ് വല്ലപ്പോഴും അവിടെ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ദുബായിലായതുകൊണ്ട് നമുക്ക് ഹോട്ട്സ്റ്റാർ ഒന്നും ഇല്ല. റീൽസിൽ പക്ഷെ ആക്റ്റീവായിട്ട് നമ്മള് സ്ക്രോൾ ചെയ്യുമ്പോ അടുത്തടുത്ത് ഇത് തന്നെയാണ് വരുന്നത്. കൂടുതൽ എന്താ കാണാറ്? അവിടെ നിൽക്കും, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇത് പിടിച്ചു. കൂടുതൽ ആരുടെ ഗെയിമാ കാണാറ്? മറക്കരുത് എനിക്ക് ആരുടെ ഗെയിമാ കാണുന്നതെന്നോ. വളരെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മാറി തിരിഞ്ഞ് കണ്ടോണ്ടിരിക്കുകയാണ്. ഒരാളിലേക്കോ രണ്ടുപേരിലേക്കോ ചുരുങ്ങിയിട്ടില്ല ഇതുവരെ സീസൺ. 40 days ആയിട്ടും എല്ലാരും മത്സരിച്ച്, അതാ ഞാൻ പറഞ്ഞത്, പ്ലാൻ ചെയ്ത് കോണ്ടന്റ് കൊടുക്കണം, അടി ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റില് വരുന്നതുകൊണ്ടായിരിക്കാം ഒട്ടും ഇമോഷണലി കണക്റ്റഡ് ആവുന്നില്ല നമുക്ക് കണ്ടസ്റ്റൻസ് ആയിട്ട് ആസ് എൻ ഓഡിയൻസ്. അപ്പൊ ഞാൻ മാത്രമല്ല, അപ്പൊ ഞാൻ സംസാരിക്കുന്നവരാണെങ്കിൽ പോലും പറയുന്നത് നമുക്ക് എപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഭവത്തില് നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആവണം നമ്മള് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആയിട്ട്. അപ്പോളെ നമുക്ക് അവർ നമ്മുടെ ഫാമിലിയിലെ ഒരാളായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. ആ ഒരു ഫീലിംഗ് എനിക്ക് ഈ സീസണിൽ ഇതുവരെ വന്നിട്ടില്ല. മറ്റുള്ള ഗെയിമേഴ്സിന്റെ ഒക്കെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാരും അവർക്ക് കിട്ടുന്ന ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഐ മീൻ അങ്ങനെ നല്ല കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ. നല്ല TRP ഉള്ള നല്ല റേറ്റിംഗ് ഉള്ള ഷോ ആയിട്ട് തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ബിക്കോസ് എല്ലാവരും മത്സരിച്ച് ഈ അടി ഉണ്ടാക്കുന്നുള്ളത്. അത് കള്ളാന്ന് പിന്നെ പുറത്തിറങ്ങിയപ്പോ സംസാരിച്ചിരുന്നു. എനിക്കറിയത്തില്ല അത് കള്ളമാണോ. ഇന്റർവ്യൂ പറഞ്ഞിരുന്നല്ലോ കള്ളമാണെന്ന് പറഞ്ഞോ? ആള് പറഞ്ഞിരുന്നു എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ കഥ പറഞ്ഞതാണ് എന്ന് പറയാം. രജനീഷ് എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂല്, രജനീഷ് ചേട്ടന്റെ ഒരു ഇന്റർവ്യൂല് സംസാരിച്ചിരുന്നു. അപ്പൊ ബിഗ് ബോസിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് പുറത്തിറങ്ങി വേറെ ടോക്ക് സംസാരിക്കുമ്പോ ഞാൻ ആ കഥ കേട്ടോണ്ടിരുന്നത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഭയങ്കര സച്ച് ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി, ഐ വിഷ് ഐ ഹാഡ് ദിസ് ലവ് സ്റ്റോറി എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ആ കഥ കണ്ടത്. ഞാൻ ചേട്ടനായിട്ട് വളരെ ക്ലോസ് ആണ്, എനിക്ക് ബ്രദർലി അഫെക്ഷൻ ആണ്. ഇന്നാണെങ്കിലും എന്നെ വിഷ് ചെയ്തിട്ടാണ് സിനിമയിലേക്ക് ഞാൻ വന്നത്. അപ്പം എല്ലാവരുടെയും ടാക്ടിക്സും എല്ലാം സ്റ്റോറീസ് ഡിഫറെന്റ് അല്ലേ. ഒരു ഷോയിൽ കയറുമ്പോ എന്താണോ അവർ പ്ലാൻ ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. ഞാനൊരു ആദ്യമായിട്ട് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചത്, എനിക്ക് അതൊന്നും പറയാനില്ല. നിങ്ങളുടെ ബിഗ് ബോസിലായാലും ഇപ്പത്തെ ബിഗ് ബോസിലായാലും പക്ഷെ നമ്മള് വീട്ടുകാരെ പറ്റി സംസാരിക്കുക, പുറത്തുള്ള ആൾക്കാരെ പറ്റി സംസാരിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് സെലിനെ കണ്ടിരുന്നു ബിഗ് ബോസില്. പല കണ്ടസ്റ്റന്റും വൈൽഡ് കാർഡായിട്ട് വന്ന കണ്ടസ്റ്റന്റ് പുറത്തുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുക. ഞാൻ ഇങ്ങനെ പിടിക്കുന്നത് എല്ലാം മിക്സ് ആയി പോയത്. അല്ല എന്നെ ഞാൻ പിടിച്ചോളാം. പറഞ്ഞു
വൈൽഡ് കാർഡ്സ് വന്നിട്ട് വൈൽഡ് കാർഡ് മാത്രമല്ല, വീടിന്റെ അകത്തുള്ള ആൾക്കാര് വീടിന്റെ പുറത്തുള്ള ആൾക്കാരെ പറ്റിയിട്ട് സംസാരിക്കുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛനോട് വിളിക്കുന്നു. ആര് എവിടെ പറഞ്ഞാലും അത് തെറ്റല്ലേ? തെറ്റാണ്. എന്തിനാണ് നമ്മുടെ ഫാമിലിനെ എന്തിനാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്? നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ ഗെയിമറായിട്ടാണ് നമ്മൾ ആ വീട്ടിനകത്ത് കയറുന്നത്. നമ്മള് ഇതിപ്പോ പുറത്ത് ഈ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ അകത്ത് ഇവർ തമ്മിൽ സംസാരിക്കുന്നതാണെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർക്ക് എന്ത് റൈറ്റ് സി അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാണ് അവരുടെ പേഴ്സണാലിറ്റി റിവീൽ ആവുന്നത്, അവരുടെ ക്യാരക്ടർ പുറത്തു വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അവരെ മനസ്സിലാക്കണം. ഇത് ജനങ്ങളുടെ ഷോ ആണ്. നമ്മൾ ഓരോരുത്തരും ഇപ്പൊ 10-25 ആൾക്കാർ അതിനകത്തുണ്ടെങ്കിൽ അവരോരോരുത്തരും ഓരോ രീതിയിലാണ് അവരെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് റിയലൈസ് ചെയ്യണം അത് എങ്ങനെയാണ്, എന്താണ് അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദിസ് ഇസ് ദിയർ പേഴ്സണാലിറ്റി, ഇങ്ങനെയാണ് ഒരു വിന്നർ ബിഹേവ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണല്ലോ നമ്മൾ അത് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം എനിക്കിതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു സീസൺ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി ഷോ എനിക്ക് എടുക്കാൻ പറ്റുന്നത് ബിക്കോസ് ഞാൻ കണ്ടിന്യൂസ് പാജൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മിസ് ക്വീൻ കേരളാണെങ്കിലും പല പാജൻസും ഞാൻ ചെയ്ത് അല്ലെങ്കിൽ പലയിടത്തും ഫെയിലറായി വന്നാലും ഐ നോ ദിസ് ഇസ് എ പ്ലേസ് ടു ലേൺ. ഇതിന് എന്തെങ്കിലും പഠിക്കാനുണ്ട്, പഠിച്ചിട്ട് അടുത്തേക്ക് പോവുക, പരിശ്രമിക്കുക, ജയിക്കുക, തിരിച്ചു വരിക. അല്ല ഇതൊരു ഗ്രഡ്ജായിട്ട് ലൈഫ് ലോങ് കൊണ്ട് നടന്ന അങ്ങനെയല്ല. ദിസ് ഇസ് എ ഗെയിം ഷോ. കഴിഞ്ഞാലും നമുക്ക് നല്ല ലൈഫ് ഉണ്ട്, ജീവിക്കണം, ജീവിച്ച് കാണിക്കണം. ഈ അനുമോളിനെ സംബന്ധിച്ചാൽ അനുമോൾക്ക് പുറത്ത് നല്ല ഓഡിയൻസ് ആയിട്ടാണ് അകത്ത് കയറിയത് തന്നെ. പക്ഷെ അനുമോളുടെ ഇപ്പത്തെ ഗെയിം കാണുമ്പോൾ തന്നെ ഭയങ്കര ഹെയ്റ്റ് കൊണ്ടുവന്നെത്തിച്ച കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പുറത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയാം, ചിലപ്പോൾ അനുമോളുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം, പക്ഷെ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വന്ന് പോകാനുള്ളതായിരിക്കാം. അനുമോളുടെ ഒരു ഗെയിം പ്ലാനെ കുറിച്ചിട്ട് എന്താ സാർ എനിക്ക് തോന്നുന്നത്? എനിക്ക് എങ്ങനെ അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും? ഞാൻ അവരെ ഇപ്പൊ ജഡ്ജ് ചെയ്യുന്നത് തെറ്റല്ലേ? അവരുടെ ഗെയിം പ്ലാൻ ചിലപ്പോൾ അവരങ്ങനെ ഡിസൈഡ് ചെയ്തതായിരിക്കും അകത്തേക്ക് കയറുന്നത്. അപ്പൊ എനിക്ക് അതിനെ ഒന്നും ജഡ്ജ് ചെയ്യാനുള്ള ആളൊന്നും അല്ലല്ലോ, അവരുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഗെയിം എന്ന് പറയുന്നത് ഗെയിം പ്ലാൻ ആയിരിക്കാം, പക്ഷെ സൊസൈറ്റി എടുക്കുന്ന രീതി പല രീതിയിലായിരിക്കാം. ചിലപ്പോൾ മറ്റേ ഈ സദാചാര കുലസ്ത്രീ എന്നുള്ളൊരു പട്ടം ഇപ്പൊ തന്നെ ബിഗ് ബോസിൽ നിന്ന് അനുമോളിൽ കിട്ടിക്കൊണ്ടിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ജിസയിലും ആര്യനായിട്ടുള്ളൊരു ഗെയിമല്ല അത് കണ്ടു എന്ന് പറയുന്നു. നമുക്ക് ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇത്തരം ആക്ടിവിറ്റി ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട്. ലാലേട്ടൻ തന്നെ പല രീതിയിൽ അനുമോളെ കുറ്റപ്പെടുത്തുകയുണ്ടായി. അപ്പോ ഇത്തരം കാര്യങ്ങൾ സൊസൈറ്റിയിലേക്ക് ഒരു വലിയൊരു ഷോയാണ് സെറീന ചെയ്തതെന്നുകൂടിയാണ്. അപ്പൊ സെറീനൊക്കെ അറിയാം. അപ്പൊ അതൊക്കെ കാണുമ്പോഴാണ് ഇത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ മലയാളത്തിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഇന്റിമസി നേരിട്ട് ക്യാമറ കാണാത്ത. എല്ലാ ലാംഗ്വേജസിലും നമ്മൾ കാണുന്നതാണ് അല്ലേ? ഇറ്റ്സ് എ വെരി നോർമൽ തിങ്. ഞാൻ പറഞ്ഞില്ല, അവിടെ നമുക്ക് ഇമോഷണൽ ബോണ്ടിങ് വന്നാൽ ആരെന്ത് ചെയ്താലും ആ ഒരു ഹൗസിൽ ഇപ്പൊ എന്തെങ്കിലും ചെയ്താൽ തന്നെ എന്താ പ്രശ്നം? ദേ ആർ നോട്ട് മാരീഡ്. അവർക്ക് കൺസെന്റ് ആയിട്ട് അവരെന്തെങ്കിലും കൺസെൻഷ്വൽ ആയിട്ട് എന്തെങ്കിലും അവർ കിസ് ചെയ്താല് ആർക്കാണ് അതിന് പ്രശ്നം? ആസ് ലോങ് ദേ ആർ ഓക്കെ. ആരെങ്കിലും ജിസയിലും ഓക്കെ ആണെങ്കിൽ എന്തിനാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ അനുമോളുടെ ടാക്ടിക്സ് അതാണ്. അത് ചെയ്താല് ചിലപ്പോൾ പുള്ളിക്കാരിക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്താല് അല്ലെങ്കിൽ ചെയ്യുന്നത് ശരിയാണ്, സപ്പോർട്ടിന്റെ പുറത്തുനിന്ന് നിന്നാല് ചിലപ്പോൾ ആ രീതിയിൽ തന്നെ ആ ട്രാക്കിൽ തന്നെ പിടിച്ചാല് പുള്ളിക്കാരിക്ക് പുറത്ത് മീൻസ് മുമ്പിലേക്ക് പോകാമെന്ന് തോന്നുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ല, ഈ പെർസ്പെക്ടീവ്സ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ പ്രായമുള്ളവർക്ക് ചോദിച്ചാല് അവരിതിനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അവർ അനുമോളുടെ സൈഡിലായിരിക്കും നിൽക്കുന്നത്. ഡിപ്പെൻസ്. ടിപ്പിക്കൽ ഓഡിയൻസ്, വേറെ ഓഡിയൻസ്, ചിൽഡ്രൻ, മുതിർന്നവർ എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പം ഇപ്പൊ ലാലേട്ടൻ തന്നെ അവിടെ തർക്കി ഞാൻ ബിഗ് സ്ക്രീനിൽ വരുന്ന ഒരു സന്തോഷമുണ്ട്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അതിന്റെ ഡെഫിനറ്റ്ലി ഒരു കാര്യം ബിഗ് ബോസ് തന്നെയാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കൂടുതൽ ശ്രമിച്ച് കുറെ കാര്യങ്ങൾ ചെയ്ത് തിരിച്ച് ദുബായിക്ക് പോയിട്ടാണെങ്കിലും ലൈഫിലേക്ക് മുമ്പോട്ട് പോകേണ്ട കുറെ കാര്യങ്ങൾ നേടിയെടുത്തുമല്ല വരുന്നത്. ഇപ്പൊ ബിഗ് ബോസിലേക്ക് വന്നതിലാണെങ്കിലും ഈ സിനിമ അങ്ങനെ കറങ്ങി ചുറ്റി ഡെസ്റ്റിനി പോലെ എത്തിയതാണെങ്കിലും ഐ എം വെരി ഹാപ്പി. പടം ഒരു ഫ്രഷ് പ്രൊഡക്ഷൻ, ഒരുപാട് സിനിമാ പ്രേമികൾ കൂടെ ചേർന്ന് ആദ്യമായി ചെയ്ത ഒരു പ്രൊജക്റ്റ് ആണ്. സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ. ബിഗ് ബോസിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക, ഞങ്ങളെ കറക്റ്റ് ചെയ്യുക, പക്ഷെ കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ, അല്ലാതെ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് കയറി കാണേണ്ട ഒരു സിനിമയൊന്നും അല്ല. അത് ഞാൻ റിയാലിറ്റി പറയാം. റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ നടക്കും, ഒരു മുളമ്പുലി എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയാണ്. നിങ്ങൾക്ക് എന്തായാലും സെറീന ക്യാരക്ടർ ചെയ്ത ബിഗ് ബോസിൽ തന്നെ ഒരാൾ പറഞ്ഞിരുന്നു അത് അവർക്ക് വന്ന ക്യാരക്ടറാണ് നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? കഴിഞ്ഞ വർഷം എനിക്ക്
ഓഗസ്റ്റിലെങ്ങാണ്ട് ഓൾറെഡി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഈ പടം തുടങ്ങുന്നതിന്റെ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ. പക്ഷെ നമ്മൾക്ക് ആ മെസ്സേജ് കാണാതെ പോയി, മെസ്സേജുകളുടെ ഇടയ്ക്ക് അത് കാണാതെ പോയി. പിന്നെ എന്റെ ഷൂട്ട് തുടങ്ങിയതിന് ശേഷം എന്റെ ക്യാരക്ടർ ചെയ്യാൻ 1 അല്ല 2 അല്ല 2 പേര് വന്ന് ചെയ്തു. എന്തൊക്കെയോ കാരണത്താൽ അത് വർക്കായില്ല. അതുകൊണ്ട് അത് മാറിപ്പോയി. ഇപ്പം വേറെ ആരും കാസ്റ്റ് ചെയ്യാൻ നോക്കി ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തോ കാസ്റ്റിംഗ് മാറിപ്പോയി. ഷൂട്ട് ചെയ്തു ഓൾറെഡി, എന്റെ ക്യാരക്ടർ വേറെ ഒരാളെ ഷൂട്ട് ചെയ്തു, അതും മാറ്റി. അപ്പം അതാ ഞാൻ പറഞ്ഞു, ഒരു ഡെസ്റ്റിനി പോലെ കറങ്ങി തിരിഞ്ഞ് പിന്നെയും ഞാൻ തന്നെ അതിനകത്ത് കാസ്റ്റായി. ഞാനാണ് ഏറ്റവും ലാസ്റ്റില് കാസ്റ്റ് ആവുന്ന ഒരു മെമ്പർ. ഏറ്റവും ലാസ്റ്റത്തെ ഷൂട്ട്സ്, പിന്നെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം അവർ റീഷൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് വിശ്വസിക്കണം കേട്ടോ. അത്രയോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇതൊക്കെ ആരുടെയാ?